നമ്മളിപ്പം ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ ഡക്ട് റൂട്ട് ചെയ്യാനാണ് നോക്കിയത്. ഓക്കെ, ഇനി ഇതിന്റെ തൊട്ട് താഴെ തന്നെ റൗണ്ട് ഡക്ട് ഉണ്ട്. നമുക്ക് റൗണ്ട് ഡക്ട് റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ റൗണ്ട് ഡക്ട് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. ഷെയ്ഡ് അല്ലേ? ഹലോ ഹലോ, ആ സർ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. സ്റ്റാർട്ട് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ റെക്ടാങ്കിൾ ഡക്ടിന്റെ തൊട്ട് താഴെ തന്നെ റൗണ്ട് ഡക്ട് ഉണ്ട്. റൗണ്ട് ഡക്ടിനകത്ത് ഇതേപോലെ തന്നെ കുറെ ടൈപ്സ് കിടപ്പുണ്ട്. ടാപ്സ്, ഷോർട്ട് റേഡിയസ്, ടീസ്, കുറെ ടൈപ്പ് കിടപ്പുണ്ട്. സപ്പോസ് ഞാൻ ഇപ്പോൾ ഏത് വേണോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം, എഡിറ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് റൂട്ട് പ്രിഫറൻസ് നമുക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്യാം. ഞാൻ റൗണ്ട് ഡക്ടിന്റെ സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് ഞാൻ അയച്ചിട്ടില്ല, അത് ഞാൻ ഇന്ന് ഈവനിങ് അയച്ചു തരാം. ഓക്കെ, ഇതേ പ്രൊസീജിയർ തന്നെ. അതായത് നമ്മൾ റെക്ടാങ്കുലറിൽ ലോഡ് ചെയ്തോ അതേപോലെ തന്നെ ഈ 144ന്റെ ഫിറ്റിംഗ്സ് നമ്മൾ ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാം, നോട്ട് ഫാമിലി ത്രൂ. ഓക്കെ, എന്നിട്ട് ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ. ജസ്റ്റ് ഡക്ട് എടുക്കുന്നു, ഡക്ടിന്റെ ഡയമീറ്റർ എന്താണോ ഡയമീറ്റർ കൊടുക്കാം, ഓഫ്സെറ്റ് വാല്യൂ കൊടുക്കാം, ജസ്റ്റ് റൂട്ട് ചെയ്യാം. ഓക്കെ, ഫിറ്റിംഗ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിക്കോളും. ഇപ്പൊ ഞാൻ ബ്രാഞ്ച് എടുക്കണമെങ്കിൽ ബ്രാഞ്ച് എടുക്കാം, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ജനറേറ്റ് ആവും. ഓക്കെ, ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻസുലേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടാബ് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയിൻ മൊത്തം സെലക്ട് ആവും. സെലക്ട് ചെയ്യാം, നമുക്ക് ഇൻസുലേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ കൊടുക്കാം. ആഡ് ഇൻസുലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ പിക്ക് ചെയ്യുക, തിക്നെസ് എന്താ വെച്ചാൽ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി ഇത് ഇൻസുലേഷൻ കയറി വരും. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് ഇൻസുലേഷന്റെ അതായത് ടൈപ്പ് എനിക്കിപ്പോ കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് എനിക്ക് കാണേണ്ടത് വെച്ചോളൂ. ഇൻസുലേഷൻ നേരെ വിജി പോവാം. നമുക്ക് ഫിൽറ്ററിനകത്ത് നമുക്ക് ആ ഇൻസുലേഷൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻസുലേഷൻ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യണം. ഈ വീക്കകത്ത് ഇൻസുലേഷൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിന്റെ ട്രാൻസ്പെറൻസി കണ്ടോ, 3 പ്രോപ്പർട്ടി കിടപ്പുണ്ട്. ലൈൻ, പാറ്റേൺ, ട്രാൻസ്പെറൻസി ഓവർ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ട്രാൻസ്പെറൻസി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ അതിന് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. സപ്പോസ് എനിക്ക് അതിനകത്ത് വേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിനൊരു പാറ്റേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാറ്റേൺ പിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് പാറ്റേണിന് എന്ത് കളറാണോ വേണ്ടത് ആ കളർ നമുക്ക് കൂടെ ചൂസ് ചെയ്യാം. ഒരു പാറ്റേൺ, കുറെ പാറ്റേൺസ് കിടപ്പുണ്ട്. ജസ്റ്റ് ആ പാറ്റേൺ പിക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കാണാൻ പറ്റും. ചെറിയ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ നമുക്ക് അവസാനം ഒന്നുകൂടെ നോക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ റെക്ടാങ്കുലർ ഡക്ട്. ഓക്കെ, ഇനി എനിക്കിപ്പോ ഒരു റെക്ടാങ്കുലർ ഡക്റ്റിനുണ്ട്. ഞാൻ ഡക്ട് എടുത്തു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈപ്പ് എടുക്കുന്നു. സപ്പോസ് എനിക്ക് ഒരു ഡക്ട് റൺ ചെയ്യുന്നുണ്ട് 800/600. ഞാൻ സ്പ്ലിറ്റ് ടൂൾ എടുത്തു. ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യണം, 600/600 ആക്കുന്നു. ഇനി സപ്പോസ് എനിക്കൊരു ബ്രാഞ്ച് ഡക്ട് എടുക്കണം. ആ ഡക്ട് റൗണ്ട് ഡക്ട് ആണെങ്കിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഡക്ട് എടുക്കുക. നമുക്ക് ഏതാണോ വേണ്ടത് ആ ടൈപ്പ് എടുത്ത് ജസ്റ്റ് ഈ പോയിന്റ് പിക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വരുന്നത് റൗണ്ട് ഡക്ട് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സപ്പോസ് ഞാൻ കുറച്ച് ചെറിയൊരു റൂട്ട് ചെയ്യാണ്. എനിക്കൊരു 200/200. സാർ ഒന്ന് ഹോൾഡ് ചെയ്യണേ സാർ. പിന്നെ ഇതിന്റെ ജംഗ്ഷൻ ടൈപ്പ് ഒന്ന് മാറ്റാം, ഷൂ ബ്രാഞ്ച്.
ഇനി നമുക്ക് ഫിറ്റിംഗ്സിന്റെ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് ആരോ കീസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ ആരോ കീസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് ടിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കീസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ പതുക്കെ മൂവ് ആവത്തുള്ളൂ. പ്രസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ആവും. അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അങ്ങനല്ല ഫാസ്റ്റ് അല്ല, നോർമൽ ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും അല്ലേ? സെലക്ട് ആവും. എന്നിട്ട് കീസ് കൺട്രോൾ ചെയ്താൽ മതി. മൂവ് കീസ് റൈറ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇത് ചെറിയ റൂട്ടാന്ന് വിചാരിച്ചോളൂ. സപ്പോസ് എനിക്ക് എല്ലാ ബ്രാഞ്ചസിലും BCD വെക്കണം എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എനിക്ക് എല്ലാ ബ്രാഞ്ചസിലും BCD വെക്കണം എന്ന് വിചാരിക്കാം. ഒരു ബ്രാഞ്ച് കൂടെ വരയ്ക്കാം. BCD വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡക്ട് ആക്സസറി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, DA എന്നുള്ള ഷോർട്ട് കീ. ഡക്ട് ആക്സസറി ത്രൂ ആണ് ഈ ആക്സസറീസ് മൊത്തം ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് ഫയർ ഡാമർ വന്ന് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡക്ട് ആക്സസറി വെക്കുമ്പോൾ ഫയർ ഡാമർ ആണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറി ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫാമിലീസ് എല്ലാം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് BCD വേണം, നമുക്കൊരു ബാക്ക് ഡ്രാഫ്റ്റ് ഡാമർ വേണം, നമുക്കൊരു ആക്സസ് ഡോർ വേണം. എല്ലാം നമുക്ക് ആക്സസറി ത്രൂ ആണ് ഈ ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഡ് ഫാമിലി പോവാ. ഞാനിപ്പോ ആ ഫയല് ഫോൾഡർ ഇപ്പൊ ഷെയർ ചെയ്യാം. ഇപ്പൊ വോളിയം കൺട്രോൾ ഡാമ്പർ. ഓക്കെ, ആ ഫാമിലി ജസ്റ്റ് ലോഡ് ചെയ്യാം. ഒറ്റ തവണ ലോഡ് ചെയ്താൽ മതി. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ജസ്റ്റ് പിക്ക് ചെയ്ത് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ആ സൈസ് ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, എവിടെയാണ് വേണ്ടത് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. വൺസ് ഒറ്റ തവണ ലോഡ് ചെയ്താൽ മതി. പ്രൊജക്റ്റിൽ ഒറ്റ തവണ ലോഡ് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ ലോഡ് ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ബ്രാഞ്ച് റൂട്ട് ചെയ്യാന്ന് വെച്ചു. സപ്പോസ് എനിക്ക് ഇവിടെ വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഡക്ട് ആക്സസറി എടുക്കാം, അല്ലെങ്കിൽ ഈ ഡക്ട് ആക്സസറി പിക്ക് ചെയ്യാം. നമുക്ക് ഇതാണ് ഇവിടെ വെക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ. ഈ ഡക്ട് ആക്സസറി പിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഫാമിലി നമുക്ക് കിട്ടും. CS ആണ് ഷോർട്ട് കീ. അതായത് ഞാൻ ഈ ഫാമിലി സെലക്ട് ചെയ്തു, CS ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സെയിം ഫാമിലിയോട് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. തിരിച്ച് ഡയറക്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരണം ചോദിച്ചോളൂ. തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ഉണ്ട്. കാരണം ഈ സംഭവം ഇവിടെ പിക്ക് ചെയ്താൽ മതി. ഇങ്ങോട്ട് റൊട്ടേറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഫയർ ഡാമ്പർ വെക്കുന്നത്. സപ്പോസ് എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫയർ റേറ്റഡ് ബോൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഇവിടെ ഒരു ഫയർ ഡാമ്പർ വെക്കണം. അപ്പൊ നമുക്ക് സെയിം പ്രൊസീജിയർ. ഡക്ട് ആക്സസറി എടുക്കുക. ഇപ്പൊ കിടക്കുന്ന വോളിയം കൺട്രോൾ ഡാമ്പർ ആണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഫയർ ഡാമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ ഫയർ ഡാമ്പർ നമുക്ക് അതായത് ഫയർ ഡാമ്പർ പോയി ലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഫയർ ഡാമ്പർ ഉണ്ടെങ്കിൽ ഫയർ ഡാമ്പർ ജസ്റ്റ് ലോഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഫയർ ഡാമ്പർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് പോയാൽ മതി. ഓട്ടോമാറ്റിക്കലി ആ സൈസിലോട്ട് അത് മാറിക്കോളും. ഓക്കെ, 3D നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഇതിനകത്തായിരിക്കുന്നുണ്ടാവുക. ഫോണിനകത്തായി വെച്ചത്. സിസ്റ്റം ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒരു എയർ ടെർമിനൽ പ്ലേസ് ചെയ്യേണ്ടത് നോക്കാം. നെക്സ്റ്റ്, ഓക്കെ, സപ്പോസ് നമുക്കൊരു ഡിഫ്യൂസർ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യം ജസ്റ്റ് ഈ ടൂൾ യൂസ് ചെയ്യുന്ന പറയാം, എന്നിട്ട് നമുക്ക് ആ പ്രോജക്റ്റിൽ ചെയ്യാം. ഓക്കെ, ടെർമിനൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എയർ ടെർമിനൽ എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് എയർ ടെർമിനൽ പിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് കുറച്ച് ടെർമിനൽസ് ഉണ്ടാവും. സപ്ലൈ ഇതൊക്കെ ഡീഫോൾട്ട്, അതായത് ഈ ജനറിക് മോഡൽസ് ആണ്. ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് ഉള്ള മോഡലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു സാറേ, നമുക്ക് സബ്മിറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേ മേക്കിന്റെ ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ജസ്റ്റ് ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം.
നമുക്കിപ്പോ ചിലപ്പോ ഈ ചില മാനുഫാക്ചറിൽ നിന്ന് ഫാമിലി കിട്ടുമോ? അതായത് കുറെ ഇപ്പം FCU ഒക്കെ ഉണ്ടല്ലോ സാറേ, FCU ഒക്കെ നമുക്ക് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെവിറ്റ് മോഡൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് റെവിറ്റിന്റെ ഫാമിലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ബിം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ ഫാമിലീസും അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫാമിലീസും അവൈലബിൾ ആണ്. ബിം ഒബ്ജക്റ്റ് എന്നാണ് പേര്. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട സകല ഫാമിലീസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് എനിക്ക് ഒരു FCU ഇതിനകത്ത് മേക്ക് മോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു എല്ലാ റിവിറ്റ് മോഡൽ തന്നെ അവൈലബിൾ ആണ്. വാൽവും കാര്യങ്ങളോ വാൽ പാക്കേജോ എന്ത് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാ റിവിറ്റ് ഫാമിലിനകത്ത് അവൈലബിൾ ആണ്. ചിലത് മാത്രമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരാറ്. ഫോർ എക്സാമ്പിൾ AHUs കുറെ കസ്റ്റമേഡ് ആണല്ലോ സാറേ. അപ്പൊ അതൊക്കെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ ലീനിയർ സ്ലോ ഡിഫ്യൂസർ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. LSD അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. VCD ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഈ സെയിം ടൈപ്പ് തന്നെയാണ് വെക്കാറുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് സാധാ ഒരു സ്ക്വയർ ഡിഫ്യൂസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം ഏറ്റവും ആദ്യം. ഓക്കെ, ജസ്റ്റ് A ടെർമിനൽ എടുക്കുക. ഇപ്പൊ ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഡിഫ്യൂസേഴ്സ് ഒന്ന് കിടപ്പുണ്ട്. കാണാം, സപ്ലൈ ഡിഫ്യൂസർ, റിട്ടേൺ എയർ ഡിഫ്യൂസർ, കുറച്ച് ഡിഫ്യൂസേഴ്സ് ഓൾറെഡി എന്ത് കിടപ്പുണ്ട്. ഓക്കെ, എനിക്കിപ്പോ ഏത് ടൈപ്പ് ഓഫ് ഡിഫ്യൂസർ ആണോ വേണ്ടത്? അപ്പോൾ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ സെലക്ട് ചെയ്യാം. ഓക്കെ, പ്ലാൻ വ്യൂവിൽ നമുക്ക് അത് കറക്റ്റ് അതിന്റെ സിമ്പലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഡിഫ്യൂസറിന്റെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 600x600 ഫേസും 300x300 കണക്ഷനും. ആ ഒരു ഡിഫ്യൂസർ ആണിത്. ഓക്കെ, അതിന്റെ ലെവല് 300x300 പിന്നെ നെക്ക് സൈസ് അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫാമിലിയാണ് ഇതിനകത്തുള്ള. അപ്പൊ ഇപ്പൊ നമുക്കത് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ജസ്റ്റ് ചെറിയൊരു ആർക്കിടെക്ചർ സ്കെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കാര്യം ചെയ്യാം, ഞാൻ തൊട്ട് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ആർക്കിടെക്ചർ ഫയൽ ഞാൻ എനിക്ക് ലിങ്ക് ചെയ്യാം ജസ്റ്റ്. ഓക്കെ, ഞാൻ ലിങ്ക് റിവിറ്റ് എടുത്തു. നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്തതായിരുന്നു. ജസ്റ്റ് ആർക്കിടെക്ചർ ഫയൽ അങ്ങോട്ട് ഞാൻ ലിങ്ക് ചെയ്തു ചുമ്മാ. ഓക്കെ, 3D നോക്കുവാണെങ്കിൽ നമുക്ക് ആർക്കിടെക്ചർ ഫയൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഈ സീലിംഗിൽ ഒരു ഡിഫ്യൂസർ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു വ്യൂ എടുത്തു. ഈ വ്യൂവിൽ ഞാനൊരു ഡിഫ്യൂസർ പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഞാൻ സിസ്റ്റംസിൽ പോകുന്നു, A ടെർമിനൽ എടുത്തു, സപ്ലൈ ഡിഫ്യൂസർ എടുത്തു. നമുക്ക് ഏത് സൈസാണോ ആവശ്യമുള്ളത് ആ സൈസ് ഞാൻ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് സപ്പോസ് ഈ സൈസ് അല്ല വേണ്ടത്, എനിക്കിപ്പോൾ ഒരു 450x450 പേസും 300x300 ആണ് കണക്ഷൻ, അങ്ങനെയാണ് ആവശ്യമുള്ളത് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഫാമിലി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫാമിലിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ശരിക്കും ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന നെയിം ഉണ്ടല്ലോ, നമ്മൾ സാറേ നമ്മൾ ഷോപ്പ് ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ പേര് കൊടുക്കുമല്ലോ. ഇപ്പൊ SD1 SD01 SD02 അങ്ങനെ ആ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് ഈ പിന്നെ നമ്മുടെ ഡിഫ്യൂസറിന്റെ പേരോ? അതായത് നമ്മൾ ഷോപ്പ് ഡ്രോയിങ്ങിൽ ടാഗ് ചെയ്യുമല്ലോ, അത് തന്നെ ടാഗ് നമ്പർ അല്ലേ? ടാഗ് നമ്പർ. അപ്പൊ നമ്മൾ BOQ എടുക്കുമ്പോൾ കറക്റ്റ് ആ പേര് നമുക്ക് ഇതിനകത്ത് തന്നെ കാണിച്ചു തരും. ഓക്കെ, നമുക്കത് അനോട്ടേഷൻ വരുമ്പോൾ നോക്കാം. ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. സപ്പോസ് എനിക്ക് ഇതിന് ഞാൻ ജസ്റ്റ് SD01 എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ഈ സൈസിലുള്ളത് SD01. ഓക്കെ, തൊട്ട് താഴെ ഡയമെൻഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇവിടെ, കണ്ടോ? ഡക്ട് വിഡ്ത്ത്, ഡക്ട് ഹൈറ്റ്, അതായത് ഡക്ട് കണക്ട് ചെയ്യുന്ന ഭാഗം, നെക്സ്റ്റ് സൈസ് 300x300. ഓക്കെ, ഇത് പാരാമെട്രിക് ആണ്, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം. തൊട്ട് താഴെ ഡിഫ്യൂസർ വിഡ്ത്ത്, ഡിഫ്യൂസർ അതായത് ഫേസിന്റെ സൈസ് 600 ആണ്. എനിക്കിപ്പോൾ 400 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി 400x400 ആക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി ആ ഫാമിലിയുടെ സൈസ് മാറും. ഓക്കെ, ഇനി ഞാനിവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നു. ജസ്റ്റ് ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഫേസ് വന്നിട്ട് 400x400 ആയിരിക്കും. അതിന്റെ പിന്നെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് സൈസും കാണാൻ പറ്റും അല്ലേ? ഇത് 3D എടുത്താൽ മതി. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ ഓഫ്സെറ്റ് വാല്യൂ ആണ് 0 ആണ്. അപ്പൊ താഴെയാണ് ഇരിക്കുന്നത്, അതായത് 0 ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ സീലിംഗ് ഹൈറ്റ് എന്താണോ, ഒന്നെങ്കിൽ നമുക്ക് RCP ഉണ്ടെങ്കിൽ നമുക്ക് RCP ഇതിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ജസ്റ്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് ഹൈറ്റ് അറിയാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഞാൻ സെക്ഷൻ എടുത്ത് നോക്കുകയാണ്.
സീലിംഗ് ഹൈറ്റ് വന്നിട്ട് 3.2 മീറ്റർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ ഷേഡർ. ഇതാണ് ഡിഫ്യൂസർ. ഡിഫ്യൂസർ സെലക്ട് ചെയ്യുക. ഇതിന്റെ ഓഫ്സെറ്റ് വാല്യൂ ഞാൻ 3.2 മീറ്റർ, അതായത് 3200 കൊടുക്കുകയാണെങ്കിൽ 3200 കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സീലിംഗിൽ ഇരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇത് അലൈൻ ചെയ്യണമെങ്കിൽ അലൈൻ ചെയ്യാം. നമുക്ക് മോഡിഫിക്കേഷൻ ടൂൾസും പറ്റും. ആദ്യം ഈ ലൈൻ പിക്ക് ചെയ്യുന്നു, അതിനുശേഷം ഞാൻ ഈ ലൈൻ പിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓട്ടോമാറ്റിക്കലി ലൈൻ ആയിട്ട് ഇരുന്നോളൂ. 3 എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിഫ്യൂസർ കാണാൻ പറ്റും. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ഡയഗണലി എനിക്കത് കോപ്പി ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സപ്പോസ് എനിക്ക് ഡക്ട് ഡിഫ്യൂസറിലോട്ട് കണക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഡക്ട് റൂട്ട് ചെയ്യുന്നു. റെക്ടാങ്കിൾ ഡക്ട് എടുത്തു. സപ്ലയർ ആണ് എടുക്കുന്നത്. ഡക്ക് സൈസ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഡക്ക് സൈസ് ഞാൻ കൊടുത്തു. ഇതാണ് ഡക്ക് സൈസ്. ബ്രാഞ്ച് എടുത്ത് പോവാം. ഞാനത് സ്പ്ലിറ്റ് ചെയ്തു. എൻ്റെ സൈസ് ഞാൻ സ്പ്ലിറ്റ് ടൂൾ എടുത്തു. എനിക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മൊത്തം സെലക്ട് ചെയ്തിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ വെറുതെ ഒരു സൈസ് അടിച്ച് പോവാണ് സാറേ. സാർ എന്തോ നോക്കട്ടെ. ഞാനിപ്പം ട്രാൻസിഷൻ ഫുഡ് പ്രിഫറൻസ് ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. ഇല്ലല്ല, ഓക്കെ. ഞാൻ അത് സെലക്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇതിന്റെ ഹൈറ്റ് ഒന്ന് പ്രോപ്പർ ആക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ വരച്ചത് ഏകദേശം സീലിംഗിന്റെ താഴെയാണ് വരച്ചത്. ഹൈറ്റ് നോക്കാതെ വരച്ചപ്പോൾ സീലിംഗിന്റെ അടിയിൽ വന്ന് ഇരിപ്പുണ്ടാവും. ഓക്കെ, ഇപ്പൊ എനിക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്കിത് ഈ ഒരു ഏരിയ മാത്രം എനിക്ക് 3D കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയും സെലക്ട് ചെയ്യുക, ഓട്ടോ സെക്ഷൻ ബോക്സ് എടുക്കാം. നമുക്ക് ആ ഒരു ഏരിയയിൽ മാത്രം 3D കാണാൻ പറ്റും. ഇതാ, അപ്പൊ ഞാൻ ഡക്ട് റൂട്ട് ചെയ്തത് ആക്ച്വലി ഈ സീലിംഗിന്റെ അടിയിലായി പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഓഫ്സെറ്റ് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. 3.2 മീറ്റർ ആണ് നമ്മുടെ സീലിംഗ് ഹൈറ്റ്. അപ്പൊ ഞാൻ ഇതിന്റെ ഹൈറ്റ് 2.7 ആണ് മാറ്റി ഞാൻ വേറൊരു ഹൈറ്റിലേക്ക് മാറ്റുന്നു. അപ്പൊ ഞാനൊരു 3.4 കൊടുത്തു. അത് മതിയാവുന്നില്ല, 3.6 ഒക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ നോക്കണമെങ്കിൽ സെക്ഷൻ നോക്കാം. ഓക്കെ, ഈ ഹൈറ്റിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ഇനിയും കുറച്ചുകൂടി പൊക്കണമെങ്കിൽ കുറച്ച് പൊക്കി വെക്കാം. ഇനി ഞാനൊരു ബ്രാഞ്ച് വരയ്ക്കുകയാണ്. ഞാനിപ്പം റിജിഡ് കണക്ഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ ഡക്ട് എടുക്കുകയാണ്. ഞാനൊരു 400/250 ഒരു ബ്രാഞ്ച് എടുക്കാന്ന് വിചാരിച്ചോളൂ. കറക്റ്റ് ഈ പോയിന്റ് പിക്ക് ചെയ്യുമ്പോൾ സെന്റർ കിട്ടും, കണ്ടോ? അത് ഹൈലൈറ്റ് ആയി വരും. അതല്ല നമ്മളിപ്പോ മാറ്റി ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോളൂ. വേറൊരു കാര്യം സാറേ, വേറൊരു കാര്യം പറയാൻ വിട്ടു പോയത്. ഞാനിപ്പം ഡക്ട് എടുക്കുന്നു. ഇപ്പൊ ഡക്ട് എടുക്കുമ്പോൾ ഓഫ്സെറ്റ് വാല്യൂ 2750 ആണ് ഡിഫോൾട്ട് ആയിട്ട് കാണിക്കുന്നത്. ഞാൻ ഈ ഡക്ടിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഡക്ടിന്റെ ഹൈറ്റ് എന്താണ്? 3700. അപ്പൊ നമ്മൾ ബ്രാഞ്ച് റൂട്ട് ചെയ്യുമ്പോൾ ഈ സെയിം ഓഫ്സെറ്റ് വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യണം, എന്നാലും ആ സെയിം ഹൈറ്റിലെ ബ്രാഞ്ച് എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ വേഴ്സ്റ്റ് കേസ് നമ്മൾ മറന്നുപോയെന്ന് വിചാരിക്കുക. ഞാൻ അൺഡു ചെയ്യാം. വേഴ്സ്റ്റ് കേസ് ഇപ്പം 2.7 ആണ് ഇപ്പൊ ഡിഫോൾട്ട് കിടക്കുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഞാൻ പിക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വേറെ എവിടെ നിന്ന് ടേക്ക് ഓഫ് എടുക്കും, താഴെ. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഒരു ഈസി വേ, നമ്മൾ ഡക്ട് എടുക്കുമ്പോൾ തന്നെ അവിടെ ഇൻഹെറിറ്റ് എലിവേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇൻഹെറിറ്റ് എലിവേഷൻ. അപ്പൊ നമ്മൾ എടുക്കുന്ന മെയിനിന്റെ സെയിം ഹൈറ്റിൽ തന്നെ എടുത്തു വന്നോളും. ഓക്കെ, ഡക്ട് എടുത്തിട്ടാണോ അത് ക്ലിക്ക് ചെയ്യേണ്ടത്? അതെ, ഡക്ട് എടുക്കുമ്പോൾ ആ ഓപ്ഷൻ വരുള്ളൂ. ഡക്ട് എടുക്കുമ്പോഴേ ആ ഓപ്ഷൻ വരുള്ളൂ. ഈ പോയിന്റ് പിക്ക് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി സപ്പോസ് എനിക്ക്
ഇതിന്റെ സെന്ററും സെയിം ആക്കണം എന്ന് അപ്പൊ നമുക്ക് അലൈൻ ടൂൾ എടുക്കാം. ഇതിന്റെ സെന്ററും ഞാൻ അലൈൻ ചെയ്യണം. ആ സെന്റർ എങ്ങനെ പിടിച്ച് ഡക്റ്റിന്റെ സെന്റർ എങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും, ഒരു ട്രാക്ക് വരും, എന്തായാലും ഓട്ടോമാറ്റിക് ട്രാക്ക് വരും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ സെന്റർ ഞാൻ പിക്ക് ചെയ്യുന്നു. ഓക്കെ, സപ്പോസ് എനിക്ക് ഇത് ക്യാപ്പ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ പോയിന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്യാപ്പ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്പ്, ഞാൻ റിജിഡ് കണക്ഷന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ സാറേ. ഓക്കെ, അതാ ഇതാണ് നമ്മുടെ. ഇനി ഈ ഡിഫ്യൂസർ ഇതിലായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 3D തന്നെ വർക്ക് ചെയ്യാം. ജസ്റ്റ് ഡിഫ്യൂസർ സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. കണക്ട് ഇൻ ടു കൊടുക്കുക, ജസ്റ്റ് ഈ ഡക്റ്റ് പിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആയിക്കോളും. ഓക്കെ, ചിലപ്പോൾ ഈ ടാപ്പൊക്കെ ഇങ്ങോട്ട് മാറി വരും, കുഴപ്പമില്ല, ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇത് പ്ലാനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലാനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിഫ്യൂസർ സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു ഈ ഡക്റ്റ് പിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് ഇങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരെ താഴേക്കാണ് കണക്ട് ചെയ്യുന്നത് വിചാരിച്ചോളൂ. സെലക്ട് ചെയ്യുക, കണക്ട് ഇൻ ടു ഈ ഡക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ സാറേ? ക്ലിയർ. ഇനി നമുക്ക് മറ്റേത് വേറെ ടെർമിനൽസ് കൊണ്ടുവരാം. ഇപ്പൊ ഒരു ലീനിയർ സ്ലോ ഡിഫ്യൂസറോ അല്ലെങ്കിൽ ഇപ്പം ഇതിൽ തന്നെ മറ്റേ പ്ലെയിൻ ഉള്ള ടൈപ്പോ, ഇതെല്ലാം നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ ഒരു ഡിഫ്യൂസറോടും കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഈ ഫാമിലീസ് ഒക്കെ കുറച്ചൊന്ന് സെൻഡ് ചെയ്യാവേ. ഞാൻ വേറൊരു ഡിഫ്യൂസർ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫേസ്, ഇതിന്റെ നെക്ക് വന്നിട്ട് സാർ റൗണ്ട് ടൈപ്പ് ആണ്, പ്ലെയിൻ ഒന്നുമില്ല, ജസ്റ്റ് നെക്ക് റൗണ്ട് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇതില് ബ്രാഞ്ച് വെക്കാം. 3D എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെക്ക് കണ്ടോ, അത് റൗണ്ട് ആയിരിക്കും. ഓക്കെ, ഒന്നുമില്ല, ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സെക്ഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് ആണ്. ഇത് എല്ലാ ഫാമിലിയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനൊരു പേര് കൊടുക്കുന്നു. നമുക്ക് ഡക്റ്റിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനതൊരു 400x400 200x200. ഇത് ഹൈറ്റും വിഡ്ത്തും ഇത് കുറച്ച് കൺഫ്യൂഷൻ. അതായത് ഒന്നുമില്ല, നമ്മള് അതായത് ഇതാണ് ഫാമിലി, ഇങ്ങനെ ഇരിക്കും ഫാമിലി. ഓക്കെ, നെക്ക്, അതായത് നമ്മൾ നേരത്തെ കണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. അതെ, ഫേസ് ആണ് 300x300. ഈ 150 എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, ഈ എഡ്ജ് ഉണ്ടല്ലോ, അതാണ് 150. ഇതിന്റെ റേഡിയസ് ആണ് ഇത് 75 mm 725. ഓക്കെ, ഇതൊക്കെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫാമിലീസ് ആണ്. നമുക്ക് പക്ക സബ്മിറ്റിൽ പ്രകാരം ഉണ്ടാക്കാൻ നോക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ചുമ്മാ റീനെയിം ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. NST 02 എന്ന് കൊടുത്തു, DN 400 ആക്കുന്നു.
400 ലൈക്ക് 250 കൊടുക്കും. 250 കൊടുത്ത് 250. നെക്ക് ഞാൻ ഒരു ലൈക്ക് ഒരു 250 തന്നെ കൊടുത്തെന്ന് വെച്ചു. സോറി, മീറ്റർ 250 ഇങ്ങനത്തെ ഒരു വാല്യൂ കൊടുത്തെന്ന് വെച്ചു. ഇനി നമുക്കൊരു റൗണ്ട് ആക്ട് ഇതിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഡക്ട് എടുക്കുന്നു. റെക്ടാംഗിളിൽ നിന്ന് നമുക്ക് റൗണ്ട് ട്രാൻസിഷൻ എടുക്കാം. ഷീസർ ചിലപ്പോൾ ഇതൊന്ന് ഇതാവേ, എനിക്ക് ഫോൺ കോൾ വരുന്നു, ചിലപ്പോൾ ഇതൊന്ന് കട്ടാവാൻ സാധ്യത. ഒരേ സെക്കൻഡ്. ഹലോ സർ, ഞാനിപ്പോ ഒരു റെക്ടാങ്കുലർ ഡക്ട് സ്കെച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ റെക്ടാങ്കുലർ ഡക്റ്റിന്ന് ഒരു ഫ്ലെക്സിബിൾ ഡക്ട് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഫ്ലെക്സിബിൾ ഡക്ട് വെറുതെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റംസിനകത്ത് അവിടെ ഫ്ലക്സ് ഡക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ നമുക്ക് പിക്ക് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ഡക്റ്റിന്റെ ഡയമീറ്റർ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രോ ഫ്ലക്സ് ഡക്ട് കണ്ടോ, ഡ്രോ ഫ്ലക്സ് ഡക്ട് എടുക്കുക. ഈ ചുമ്മാ കൊണ്ട് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കണക്ട് ആയിക്കോളും. ഞാനിപ്പോ റൗണ്ട് ഡക്ട് അല്ല വരച്ചത്, ഞാനിപ്പം ഒരു റെക്ടാങ്കിൾ ഡക്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ഈ ട്രാൻസിഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. റെക്ടാങ്കിൾ റൗണ്ട് ട്രാൻസിഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, ഇനി ഇതിന്റെ പാറ്റേൺ, ഈ പറയുന്ന ഫ്ലെക്സിബിൾ ഡക്റ്റിന്റെ പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ആ ഫ്ലെക്സിബിൾ ഡക്ട് സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് ഫ്ലെക്സിബിൾ റൗണ്ട് ഡക്ട്. ഇതിന്റെ പാറ്റേൺ, ഫ്ലക്സ് പാറ്റേൺ ഇപ്പൊ കിടക്കുന്ന സിംഗിൾ ലൈനിലാണ്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ചെയ്യാം. സർക്കിൾ, നോർമലി നമ്മൾ കൊടുക്കുന്ന പാറ്റേൺ ഫ്ലക്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ക്ലിയർ അല്ലേ സാർ? ക്ലിയർ. ഇനി സപ്പോസ് എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് റൗണ്ട് ഡക്ട് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡക്ട് എടുക്കുക. നമുക്ക് റൗണ്ട് ഡക്ട് എടുക്കുക, ഡയമീറ്റർ ടൈപ്പ് ചെയ്യുക, ഡക്ട് റൂട്ട് ചെയ്യുക, അതിനുശേഷം ഈ പോയിന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രോ ഫ്ലക്സ് ഡക്ട്. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് നമുക്കത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഇത് ഡിലീറ്റ് ചെയ്യാം. ഡ്രോ ഫ്ലക്സ് ഡക്ട് നമുക്ക് ഈ പോയിന്റ് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഡക്ട് വന്നു. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഫ്ലക്സ് ഡക്ട് ആയതുകൊണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സാറേ ഇപ്പൊ ഇത് റൗണ്ട് ഡക്ട് ആണ്. ഇപ്പൊ എനിക്കിപ്പോ റൗണ്ട് വി സി ഡി ആണ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ കറസ്പോണ്ടിങ് റൗണ്ട് വി സി ഡിന്റെ ഫാമിലി ഉണ്ട്. ഇപ്പൊ ഡക്ട് ആക്സസറി എടുക്കുക, അതുവഴി റൗണ്ട് വി സി ഡിന്റെ ഫാമിലി ഞാൻ ലൈബ്രറി സാർക്ക് തരാം. റൗണ്ട് വി സി ഡി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. നമുക്കിനകത്ത് റൗണ്ട് ആമ്പർ ഉണ്ടാവും. പി ഡി ആയാലും നമുക്ക് അവിടെ ജസ്റ്റ് പിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റൗണ്ട് ആയിക്കോട്ടെ. എനിക്ക് നമുക്ക് ഈ ഫിൽറ്ററിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഞാൻ സപ്ലയർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പം ഈ വ്യൂക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതിന്
കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഈ വ്യൂവിന് മാത്രം ഈ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഒരു പാറ്റേൺ കൊടുക്കണമെങ്കിൽ പാറ്റേൺ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പം ഒരു നമുക്ക് നിറയെ പാറ്റേൺസ് ഉണ്ട്. ഈ കിടക്കുന്നൊക്കെ പാറ്റേൺസ് ഉണ്ട്. ഏത് പാറ്റേൺ ആണോ ആ പാറ്റേൺ നമുക്ക് കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനൊന്നും കൊടുക്കാറില്ല. ഓക്കെ, ഓപ്ഷൻ ഉണ്ടെന്ന് പറയായിരുന്നു ഞാൻ. പാറ്റേൺ സാധാരണ ഇൻസുലേഷൻ ഏതാണ് പാറ്റേൺ കൊടുക്കാറ്? ഡോട്ടഡ് ലൈൻ, ഹിഡൻ ലൈൻ കൊടുക്കും. പിന്നെ നമുക്ക് സപ്പോസ് സാർ എനിക്കിപ്പോ ലൈനിങ് വേണമെന്ന് ചോദിച്ചോളൂ. ഇപ്പൊ എനിക്ക് ഇവിടെയാണ് എക്യുപ്മെന്റ് ചോദിച്ചോളൂ. ഇവിടെയാണ് FC ഇരിക്കുന്നത്. സപ്പോസ് എനിക്ക് ഫസ്റ്റ് ബ്രാഞ്ച് വരെ എനിക്ക് ലൈനിങ് കൊടുക്കണം എന്ന് ചോദിച്ചോളൂ. ലൈനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റലേഷൻ കൊടുക്കാം. ആദ്യം ഞാനിപ്പം ജസ്റ്റ് ഞാൻ ഈ ഡക്ട് സെലക്ട് ചെയ്തു. ഞാൻ ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടോ സാറേ ചെയിൻ മൊത്തം സെലക്ട് ആയി വരും. കണ്ടോ, ഒരു ടാബ് പ്രസ് ചെയ്യുമ്പോൾ ഇത്രയും സെലക്ട് ആയി. ഒരു തവണ പിക്ക് ചെയ്യുമ്പോൾ അടുത്ത ബ്രാഞ്ച് സെലക്ട് ആയി. അപ്പൊ ഈ സെലക്ഷനിൽ ഇതും ഉൾപ്പെടും. ഏത് നമ്മുടെ ഡിഫ്യൂസർ ഉൾപ്പെടും. ഡിഫ്യൂസർ ഈ സെലക്ഷനിൽ കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിൽറ്റർ പിക്ക് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത സകല കാറ്റഗറീസ് കാണിച്ചിട്ടും. ഇപ്പൊ എയർ ടെർമിനൽ വേണമെന്നുണ്ടെങ്കിൽ ഡിഫ്യൂസർ വേണമെന്നുണ്ടെങ്കിൽ എയർ ടെർമിനൽ കാറ്റഗറി അങ്ങോട്ട് അൺചെക്ക് ചെയ്യുക. 2 ടെർമിനൽ ഉള്ളത്, ക്വാണ്ടിറ്റി കൂടെ കാണിച്ചിരുന്നുണ്ട്. ഇത് അൺചെക്ക് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എനിക്ക് ഒറ്റയടിക്ക് ഇതെല്ലാം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ ലൈനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ലൈനിങ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റലേഷൻ പോലെ തന്നെ അവിടെ ആഡ് ലൈനിങ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പൊ എനിക്ക് ഇൻസ്റ്റലേഷൻ എഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചോളൂ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റലേഷന്റെ തിക്നെസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. സപ്പോസ് എനിക്ക് ഇതിന്റെ ഇൻസ്റ്റലേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റിമൂവ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ലൈനിങ്ങിന്റെ കാര്യം സെലക്ട് ചെയ്തു. എനിക്ക് ലൈനിങ് കൊടുക്കണമെങ്കിൽ ആഡ് ലൈനിങ്. ഇതേ പ്രൊസീജിയർ തന്നെ. മെറ്റീരിയൽ കൊടുക്കുക, തിക്നെസ് കൊടുക്കുക, സ്റ്റോക്ക് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് റിക്വസ്റ്റ് ലൈനിങ് വന്നു അകത്ത്. ഓക്കെ, ഞാൻ ഇൻസ്റ്റലേഷൻ സാർ നേരത്തെ ചോദിച്ച പോലെ ഇൻസ്റ്റലേഷൻ നമുക്ക് ഓൾറെഡി ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഡക്ട് ഇൻസ്റ്റലേഷൻ എനിക്കിപ്പം ഏത് കളറാണോ വേണ്ടത് കളർ കൊടുക്കാം. പാറ്റേൺ ഇവിടെ. ഓക്കെ അല്ലേ? ഡക്ട് ആക്സസറി വേണമെന്നുണ്ടെങ്കിൽ ഡക്ട് ആക്സസറി എടുക്കുക. ഏത് ഡാമ്പറാണോ ആവശ്യമുള്ളത് ആ ഡാമ്പർ കൂടെ ചൂസ് ചെയ്യാം. ജസ്റ്റ് പ്ലേസിൽ പോയാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് സൈസ് ആയിക്കോളും. ഈ ബ്രാഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ഇത്ര ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമുക്ക് മൺഡേ അല്ല ട്യൂസ്ഡേ എടുത്ത പോരെ അങ്ങനെയാണെങ്കിൽ അല്ലേ? ആ സർ. രാജേഷ് മൺഡേ ലീവ് അല്ലേ? Leave, sir. Okay. Yes, I leave, sir. അപ്പോൾ നമുക്ക് ട്യൂസ്ഡേ പോരെ ഇനി ക്ലാസ്? ട്യൂസ്ഡേ നോക്കാം. രാജേഷ് വിജയ് Tuesday, okay, sir. ഞാൻ ഇതിന്റെ ഫാമിലീസ് ഒക്കെ സാർ ഇപ്പം ഷെയർ ചെയ്യാം. ഒന്ന് ഷെയർ ചെയ്ത്. അപ്പൊ ഇപ്പത്തേക്ക് നിർത്താലോ സാർ? ശരി, നിർത്തേക്കാം. ഓക്കെ, ശരി.